ഇപ്പോൾ ADGP MR അജിത് കുമാർ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു. 4 ദിവസത്തെ അവധിയിലാണ് MR അജിത് കുമാർ പ്രവേശിച്ചത്. 14-ാം തീയതി മുതൽ അവധിയിലാണ്. അവധി ഓണത്തെ തുടർന്ന് എന്നാണ് ലഭിക്കുന്ന വിശദീകരണം. അല്പസമയം മുൻപ് ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയും DGPയും നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത്. ADGP MR അജിത് കുമാർ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു. 4 ദിവസം അദ്ദേഹം അവധിയായിരിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ക്ലിഫ് ഹൌസിൽ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുകയാണ് DGPയും ഒപ്പം മുഖ്യമന്ത്രിയുമായി ചേർന്ന്. ഇപ്പോഴിതാ വാർത്ത വരുന്നു, 4 ദിവസത്തെ അവധിയിലേക്ക് കടക്കുകയാണ് അജിത് കുമാർ എന്ന്. ഒരു നിർബന്ധിത അവധി എന്ന് പറയാൻ പറ്റുമോ ഈ ഘട്ടത്തിൽ? എന്താണ് സാഹചര്യം? സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ക്ലിഫ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അവധി അപേക്ഷ നൽകിയെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 4 ദിവസത്തേക്കാണ്, 14-ാം തീയതി മുതൽ 4 ദിവസത്തേക്കാണ് അദ്ദേഹം അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവധി ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായി 15-ാം തീയതി തിരുവോണമാണ്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവധിക്ക് അപേക്ഷിച്ചിരിക്കുന്നതാണോ അതോ നിലവിലുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണോ അത്തരമൊരു തീരുമാനമെന്ന കാര്യത്തിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പുറത്തുവിട്ട വാർത്തയുമായി ബന്ധപ്പെട്ടടക്കം ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് കാത്തിട്ട് കാണാനുള്ളത്. ഡാൻ, ഈ അവധി ഓണത്തെ തുടർന്ന് എന്ന് പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണ്? ഒപ്പം 4 ദിവസം അദ്ദേഹം അവധിയിൽ പോകുമ്പോൾ മറ്റാർക്കെങ്കിലും ആ ചുമതല നൽകിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അവധിക്ക് അപേക്ഷ നൽകുന്നതെങ്കിൽ ആ അവധി നാളെ മുതലാണ് തുടങ്ങേണ്ടത്. ഇത് ഒരാഴ്ച കഴിഞ്ഞ് എടുക്കാൻ പോകുന്ന, ഇന്ന് 7-ാം തീയതി മാത്രമേ ആയിട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്ന അവധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവധി നൽകണമെന്നാണ്. സ്വാഭാവികമായി അദ്ദേഹം തിരുവോണത്തിന്റെ തലേദിവസം മുതൽ ഈ ഉദ്യോഗസ്ഥർ ചിലർ അവധിയിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളൊക്കെ മുൻവർഷങ്ങളിൽ നടന്നിട്ടുണ്ട്. അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ, അങ്ങനെ ഒരു വ്യക്തിപരമായ കുടുംബവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അവധി എടുക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. തീർച്ചയായും ഡാൻ, ഒരു കാര്യം കൂടി, ക്ലിഫ് ഹൌസിൽ നിർണായകമായ കൂടിക്കാഴ്ചയായിരുന്നു DGPയും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടോ? അതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഡാൻ? കൂടിക്കാഴ്ച അവസാനിച്ചു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന പോലീസ് മേധാവിയെ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെടുത്തിയതും. സ്വാഭാവികമായി ഇതിനോടകം കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനിടയായ സാഹചര്യം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള മറ്റ് നിർണായകമായ വെളിപ്പെടുത്തലുകൾ, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സരിത്തും സ്വപ്ന സുരേഷും ന്യൂസ് 18 ഇന്ന് പങ്കുവച്ച കാര്യങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാറിനെ തുടരാൻ അനുവദിക്കുന്നത് സർക്കാരിന് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതിന് വേണ്ടിയാണ് ഈ കൂടിയാലോചന നടന്നത് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, എന്തായാലും 4 ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ADGP MR അജിത് കുമാർ എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായ കാര്യത്തിന് ഓണം അവധിയാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ന്യൂസ്